ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും അല്ലേ? അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മിക്കലും ആദ്യം വരുന്ന റിസൾട്ട്സ് ആണ് മാപ്പിൽ ലിസ്റ്റ് ചെയ്ത പ്രൊഫൈൽസ്, അതായത് ലോക്കൽ സെർച്ച് റിസൾട്ട്സ്. ഒബ്വിയസ്ലി അതായിരിക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ ചാൻസ് ഉള്ളത്, ഈവൻ SEO റിസൾട്ട്സിനെക്കാളും മുമ്പേ തന്നെ. ആൻഡ് ദാറ്റ് ഇസ് GBP, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. സാധാരണ കച്ചവടക്കാർക്ക് ഓൺലൈനിൽ തുടക്കം കുറിക്കാൻ SEOനെക്കാളും ഏറ്റവും മുമ്പ് സെറ്റപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ ബിസിനസ് ലിസ്റ്റ് ചെയ്യുന്ന പരിപാടി, അതും ഫ്രീ ഓഫ് കോസ്റ്റ്. ഒരു നയാ പൈസ മുടക്കാണ്ട് സെർച്ച് റിസൾട്ട്സിൽ ആദ്യം എത്താനുള്ള പരിപാടിയാണിത്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു സൈക്കിൾ കടയാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ യൂസർ വന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക സൈക്കിൾ ഷോപ്പ് നിയർ മീ എന്നായിരിക്കും. സോ അപ്പം കുറച്ച് റിസൾട്ട്സ്, ഒരു ടൈപ്പ് ഓഫ് റിസൾട്ട് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ലോക്കൽ സെർച്ച് റിസൾട്ട് ഉണ്ടാവും, അതിൽ SEO റിസൾട്ട്സ് ഉണ്ടാവും, സ്പോൺസേർഡ് ആഡ്സ് ഉണ്ടാവും, പിന്നെ കുറച്ച് ബിസിനസ് ഡയറക്ടറി ലിസ്റ്റിംഗും ഉണ്ടാവും. അതിൽ മിക്കവാറും ആദ്യം കാണുന്നത് ലോക്കൽ സെർച്ച് റിസൾട്ട്സ് ആയിരിക്കും. അതിൽ തന്നെ നിങ്ങളുടെ ഷോപ്പിന്റെ അഡ്രസ്സ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ഫോട്ടോസ്, റിവ്യൂസ് ഇതെല്ലാം കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. ഒരു ബിസിനസിന്റെ എല്ലാവിധ ഡീറ്റെയിൽസും കൂടാതെ ഓൾഡ് കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് ഉൾപ്പെടെ കാണുന്നത് കൊണ്ട് തന്നെ യൂസേഴ്സിന് കുറച്ചും കൂടി ട്രസ്റ്റ് തോന്നാൻ ചാൻസ് ഉള്ളത് ഈ ലോക്കൽ സെർച്ച് റിസൾട്ട്സിലാണ്. നോർമലി ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും എന്താ ചെയ്യാറുള്ളത്? മാക്സിമം റിവ്യൂസ് നോക്കുക അല്ലേ? സോ നമ്മളുടെ ബിസിനസ്സിന് അത്യാവശ്യം റിവ്യൂസ് ഉണ്ടെങ്കിൽ അതുവഴി ഓഡിയൻസിന് നമ്മളുടെ ബിസിനസ്സിനെ കുറച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മൾ കണക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ ക്വിക്കായിട്ട് ഗൂഗിളിൽ വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനും ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ബിൽഡ് ചെയ്യാനും സീറോ കോസ്റ്റിൽ ഹൈ ഇമ്പാക്റ്റ് ജനറേറ്റ് ചെയ്യാനും ലോക്കൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും എൻഗേജ്ഡ് ചെയ്യിപ്പിക്കാനും ഏറ്റവും നല്ലൊരു സ്റ്റാർട്ടാണ് ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വെറുതെ GBP ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അതിന് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്താലേ മുന്നേ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ നമ്പർ 1, കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ കയറിയിട്ട് മാനേജ് നൗ കൊടുത്ത് നിങ്ങളുടെ ബിസിനസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാറ്റഗറി ചൂസ് ചെയ്തിട്ട് പ്രൊഫൈൽ വെരിഫൈ ചെയ്യാൻ നോക്കാം. വെരിഫിക്കേഷൻ പല രീതിയിൽ കൊടുക്കാം, ലൈക്ക് കോൾ ആയിട്ടും ഇമെയിൽ ആയിട്ടും പോസ്റ്റൽ കാർഡായിട്ടും വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നിങ്ങളുടെ ബിസിനസ് ഡീറ്റെയിൽസ് കൊടുത്ത് ലൊക്കേഷൻസ് എല്ലാം കാണിച്ചു കൊണ്ടുള്ള ഒരു മാക്സിമം 2 minutes വീഡിയോ അപ്ലോഡ് ചെയ്ത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പർ ബിസിനസ് നെയിം, എക്സാക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ സ്റ്റോർ ലൊക്കേഷൻ അഡ്രസ്, റിമോട്ട് ആയിട്ട് സർവീസസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സർവീസ് ഏരിയയുടെ ലൊക്കേഷൻസ്, ബിസിനസ് ഹാർസ്, ഫോൺ നമ്പർ, അതും ഒരു ലോക്കൽ ഫോൺ നമ്പർ ആണ്, അല്ലാണ്ട് ടോൾ ഫ്രീ നമ്പർ അല്ല. ദെൻ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് URL ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ 2, റെഗുലർ ആയിട്ട് ഓഫേഴ്സ്, ഇവന്റ്സ്, അപ്ഡേറ്റ്സ്, ബിസിനസ് ഇൻസൈറ്റ്സ് പോലുള്ള പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുക. വീക്ക്ലി ഒരു 2-3 തവണ പോസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് നല്ലത്. ഗൂഗിൾ സെർച്ചിൽ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. നമ്പർ 3, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മാക്സിമം റിവ്യൂസ് കയറ്റാൻ നോക്കാം. ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ് ആണ് കേട്ടോ പറയുന്നത്. റിവ്യൂസ് ഉണ്ടായാലും മാത്രം പോരാ, അതിൻ്റെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം. ഒരു റിവ്യൂ പോലും അൺഅറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് പാടില്ല. അതിപ്പോൾ നെഗറ്റീവ് റിവ്യൂ ആണെങ്കിൽ കൂടി റെസ്പോണ്ട് ചെയ്ത് അതിനെ മാനേജ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ക്രെഡിബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ കൂടുതൽ പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് എപ്പോഴും സെർച്ചിൽ ഹൈ റാങ്ക് കിട്ടാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നമ്പർ 4, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിസിനസ് ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നിർബന്ധമായിട്ടും കീവേഡ് റെലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് സെറ്റ് ചെയ്യണം. മാക്സിമം 750 ക്യാരക്ടർ ലെങ്ത്തിൽ ആദ്യത്തെ 240 ക്യാരക്ടേഴ്സിൽ നിങ്ങളുടെ ബിസിനസ്സിന്റെ റെലവൻറ്റ് കീവേഡ്സ് കൊടുക്കണം. കൂടാതെ നിങ്ങളുടെ ഓഡിയൻസ് ആരാണെന്നും ഏതൊക്കെ സർവീസ് ആണ് നിങ്ങൾക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും അതിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. സോ എങ്ങനെ അത്രയും കീവേഡ് റെലവൻറ്റ് ആൻഡ് ഓഡിയൻസ് ഇന്റൻഷൻ ബേസ് ചെയ്തിട്ടുള്ള കോണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കമ്മിങ് ഡേയ്സിൽ ഇടുന്നുണ്ട്, മിസ് ചെയ്യാണ്ടിരിക്കാം. സോ നമ്പർ 5, ഹൈ ക്വാളിറ്റി ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഫോട്ടോസ്, ടീമിൻ്റെയോ സ്റ്റാഫിൻ്റെയോ ഫോട്ടോസ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇമേജസ്, ഷോർട്ട് വീഡിയോസ് ലൈക്ക് ബിസിനസ് സർവീസസ് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ടെസ്റ്റിമോണിയൽസ്, ഇതെല്ലാം കൂടുതൽ വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. നമ്പർ 6, മെസ്സേജിംഗ് ആൻഡ് Q&A ഫീച്ചേഴ്സ് എനേബിൾ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാൻ എളുപ്പമാവും. അവിടെ കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ കൂട്ടിയെടുക്കാൻ പറ്റും. അതുമാത്രമല്ല FAQs പ്രോപ്പർ ആയിട്ട് കീവേഡ് റിച്ച് ആൻസേഴ്സ് കൊടുത്ത് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അതും കൂടുതൽ വിസിബിലിറ്റിനെ കിട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കും. ആൻഡ് ഫൈനലി ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഇൻസൈറ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈലിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാം. ലൈക്ക് ഏത് ത്രൂ ആണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ എത്തുന്നത്, എന്ത് ആക്ഷൻസ് ആണ് അവർ കൂടുതൽ എടുക്കുന്നത്, ഏത് പോസ്റ്റേഴ്സ് ആണ് ഫോട്ടോസ് ആണ് കൂടുതൽ പെർഫോം ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് അത് ത്രൂ നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിനെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ഗൂഗിളിലെ പ്രൊഫൈൽ വിസിബിലിറ്റി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ ലോക്കൽ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനും സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് SEO പ്രോസസ്സിലോട്ടേക്ക് കയറാം. അപ്പോൾ ഡബിൾ ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. സോ 2025 SEO എങ്ങനെ ബെറ്റർ ആക്കി നിങ്ങളുടെ വെബ്സൈറ്റ് റാങ്കിങ് കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് വീഡിയോസ്.